ഇന്ന് തൃക്കാർത്തികയാണ് കേട്ടോ. അപ്പോൾ തൃക്കാർത്തികയോടനുബന്ധിച്ച് നമ്മുടെ വീട്ടിൽ കാർത്തിക ദീപം തെളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീട്ടിൽ കാർത്തിക ദീപം തെളിക്കുന്നത് കേട്ടോ. ഇതിന് മുന്നുള്ള തൃക്കാർത്തികയ്ക്കൊന്നും ഇങ്ങനെ ദീപം തെളിയിക്കാൻ പറ്റിയിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചേരാതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ എനിക്ക് കുറച്ച് ചേരാതൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും തൃക്കാർത്തികയ്ക്ക് നമ്മുടെ വീട്ടിൽ കാർത്തിക ദീപമൊക്കെ തെളിയിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ കാർത്തിക ദീപമൊക്കെ തെളിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ദീപാവലി ആയാലും തൃക്കാർത്തിക ആയാലും ഇതുപോലെ ചേരാതൊക്കെ കത്തിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കുറവാണ് ചേരാതൊക്കെ, എനിക്ക് കുറച്ചുകൂടി ചേരാതൊക്കെ വേണമെന്നുണ്ടായിരുന്നു. എന്നാൽ കുറച്ചുകൂടി ഭാഗം ഫുള്ളാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ചേ ഉള്ളൂ. ഉള്ളത് കൊണ്ട് ഞാൻ ഇതുപോലെയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും ഒക്കെ കൂടിയിട്ടാണ് കത്തിച്ചത്. കാർത്തിക ദീപമൊക്കെ തെളിയിച്ചതിന് ശേഷം ഞങ്ങളിതേ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാം കേട്ടോ. നമ്മുടെ അടുത്തുള്ള അമ്പലത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. എൻ്റെ ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കാർത്തിക അമ്പലം. അപ്പോൾ അവിടേക്കാണ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ചൂടിനും കിച്ചൂടിനും അമ്മയും എല്ലാവരും റെഡി ആയിട്ടുണ്ട്. വണ്ടി വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. കാർത്തിക ദീപമൊക്കെ തെളിച്ചതിന് ശേഷം നമ്മുടെ വീട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്പലത്തിലേക്ക്. അപ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ നാട്. എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. എന്നാലും കുഴപ്പമില്ല, പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലം. പോകുന്ന വഴിക്ക് മൊത്തം കാർത്തിക ദീപം തെളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെയൊക്കെ കളിപ്പാട്ടങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അച്ചൂട്ടിനൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് നേരെ അവരുടെ കണ്ടുപോയത് ഈ കളിപ്പാട്ടങ്ങളിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചുറ്റുവിളക്കൊക്കെ കത്തിച്ച് നല്ല രസമുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറി നന്നായി തൊഴുത് ഇറങ്ങിയ സമയത്ത് പിന്നെ ദീപാരാധനയായിരുന്നു. ദീപാരാധനയ്ക്ക് നിൽക്കുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി തിരക്ക് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. തിരക്ക് വന്ന മക്കളെ കൊണ്ട് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഉള്ള പണിയാണ്. അപ്പോൾ അവിടെ നിന്നില്ല, തൊഴുത് വേഗം ഇറങ്ങിയത് മക്കൾക്ക് കളിപ്പാട്ടം വേണം പറഞ്ഞിട്ട് ഞങ്ങൾ കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. ഈ ചേട്ടൻ ഞങ്ങളുടെ വിളക്കിനൊക്കെ അവിടേക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ചൂട്ടൻ അവിടെ ചെന്നപ്പോഴേക്കും അച്ചൂട്ടിന് എന്തൊക്കെയോ വേണം, മാമ ഫോൺ ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ളത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിച്ചൂട്ടൻ എൻ്റെ ഒക്കത്തുണ്ട് കേട്ടോ. അവൻ പിന്നെ ഒന്നിനും വാശി പിടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ അവൻ്റെ ബലൂണും അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ ബലൂണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മത്തങ്ങ ബലൂൺ. അപ്പോൾ അതൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയപ്പാടെ അച്ചൂട്ടൻ എനിക്കൊരു പണി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നല്ല, അവൻ്റെ കളിപ്പാട്ട് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഈ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ കളിപ്പാട്ട വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു തീവണ്ടിയുടെ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാളൊക്കെ റെഡിയാക്കി കൊടുക്കണമായിരുന്നു. റെയിൽവേ പാള റെഡിയാക്കി കൊടുത്താൽ നമുക്ക് തീവണ്ടി അതിന് ഓടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ആയിരുന്നു കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു ഇതൊക്കെ സെറ്റാക്കി കൊടുക്കണമെങ്കിൽ. പിന്നെ ഒരു തെങ്ങുണ്ട്. എനിക്ക് വലിയ ഇതായി തോന്നിയില്ല കേട്ടോ ഈ ഒരു കളിപ്പാട്ടം. വെറുതെ നമ്മുടെ കാശ് പോയിരുന്നേ ഉള്ളൂ. ഓടുന്ന പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ തീവണ്ടി. അപ്പോൾ അതാണ് അവൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ കുറേ തപ്പിയിട്ട് വാങ്ങിച്ചാണ് അത്. പിന്നെ കിച്ചിട്ട് ഈ ഒരു ഓട്ടോറിക്ഷ കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മ കിച്ചിട്ട് ഓട്ടോച്ച മതി വെച്ചപ്പോഴേക്കും ഓട്ടോച്ച മതി എന്ന് പറഞ്ഞിട്ട് അവനുള്ളത് വേഗം എടുത്തു കേട്ടോ. അവന് എന്നത് വേണമെന്ന് പറഞ്ഞിട്ട് വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓട്ടോറിക്ഷയും കൂടി നമുക്ക് റെയിൽവേ പാളത്ത് കൂടെ ഓടിക്കാന്ന് വെച്ചിട്ടാണ് അവൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എവിടെ പോയാലും നമ്മുടെ മക്കൾക്ക് കളിപ്പാട്ടം വേണമല്ലോ. വെറുതെ നമ്മുടെ ഇരിക്കുന്ന കയ്യിലെ കാശ് പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെന്തായാലും അവിടെ ഓടിച്ചിരിക്കട്ടെ. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ദീപാരാധനയ്ക്കൊന്നും നിന്നില്ല, വേഗം തൊഴുതിട്ട് വന്നു. പിന്നെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഈ തൃക്കാർത്തികയായിട്ട് എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ അതൊന്നും കാണാൻ നിന്നില്ല കേട്ടോ വേഗം. പിന്നെ നമ്മുടെ വീട്ടിലത്തെ നല്ല ഇരുട്ടായിട്ടുള്ള സമയത്തത്തെ ഒരു വ്യൂ ആണ് നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇരുട്ടാവും തോറും ഈ ചേരാതൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്നതാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ തൃക്കാർത്തിക സ്പെഷ്യൽ വീഡിയോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി വ്ലോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അതുവരെയും ബൈ.